ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ബൈനറി സെർച്ചിൻ്റെ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ബൈനറി സെർച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ട അറേ സോർട്ടഡ് ആയിരിക്കണം. സോർട്ട് ചെയ്യാത്ത അറേ വെച്ചിട്ട് നമുക്ക് ബൈനറി സെർച്ചിൻ്റെ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് എല്ലാവരും മൈൻഡിൽ കീപ്പ് ചെയ്യുക. ബൈനറി സെർച്ച് നമുക്ക് രണ്ട് രീതിക്ക് ചെയ്യാൻ പറ്റും. ഒരെണ്ണം ഐട്രേറ്റീവ് മെത്തേഡ്, പിന്നെ വരുന്നത് റിക്കേഴ്സീവ് മെത്തേഡ്. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് റിക്കേഴ്സീവ് മെത്തേഡാണ്. കാരണം എനിക്കതാണ് കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നിയത്. ലൈക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാത്തൊരു മെത്തേഡായിട്ട് തോന്നിയത് അതാണ്. ഐട്രേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു വൈൽ ലൂപ്പൊക്കെ വെച്ചിട്ടായിരിക്കും ചെയ്യുക. ഞാൻ ലൂപ്പ് യൂസ് ചെയ്യാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബൈനറി സെർച്ചിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറേ സോർട്ട് ചെയ്തിട്ടുണ്ടാവണം. സോർട്ട് ചെയ്ത അറേയിൽ മാത്രമേ ബൈനറി സെർച്ച് വർക്കാവത്തുള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് ഒരു എലമെൻറ്റ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 4 കണ്ടുപിടിക്കണം. 4 എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് എവിടെയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് 2 പോയിൻറ്റേഴ്സ് സെറ്റ് ചെയ്യാനുണ്ട്. പോയിൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ലോയും ഹൈ എന്നും പറഞ്ഞിട്ട് 2 എണ്ണമാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത്. ഈ ലോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറേയുടെ സ്റ്റാർട്ടിങ് ഇൻഡെക്സും, ഹൈ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അറേയുടെ അവസാനിക്കുന്ന ഇൻഡെക്സിൻ്റെ ആ ഒരു ഇൻഡെക്സാണ് ആ 2 വേരിയബിൾസ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് 0യും പിന്നെ ഹൈ എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇൻഡെക്സിൻ്റെ ആ ഒരു വാല്യൂ. അങ്ങനെ 2 ഇൻഡെക്സ് ഇനിഷ്യലി നമ്മൾ ഈ 2 പോയിൻറ്റേഴ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു അറേയുടെ മിഡിൽ പൊസിഷൻ കണ്ടുപിടിക്കണം. അത് ഇക്വേഷൻ ഉണ്ട്, അത് ഞാൻ വഴിയെ പ്രോഗ്രാം ചെയ്യണം നേരത്തെ പറയാം. അപ്പോൾ ആ ഒരു മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ച് വരുമ്പോൾ ഈ ഒരു 6 ഇരിക്കുന്ന ആ ഒരു പൊസിഷനിലായിട്ടാണ് അത് വരുന്നത്. ആ ഒരു മിഡ് എന്ന് പറയുന്ന പൊസിഷൻ വാല്യൂ വരുന്നത് അവിടെയായിട്ടാണ്, ആ ഒരു ഇൻഡെക്സാണ് വരുന്നത്. ഇനി എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ മിഡിലുള്ള ആ ഒരു എലമെൻ്റ് ആണോ നമ്മൾ തിരയണ എലമെൻ്റ് എന്നുള്ളത് കമ്പയർ ചെയ്യും. അതായത് നമ്മൾ ഇപ്പോൾ സെർച്ച് ചെയ്യേണ്ടത് 4 ആണ്, പക്ഷേ മിഡ് പോയിൻറ്റിലുള്ള വാല്യൂ 6 ആണ്. ആക്ച്വലി നമ്മളിപ്പോൾ അവിടെ 6 ആയിരുന്നു തപ്പിക്കൊണ്ടിരുന്നെങ്കിൽ ഇവിടെ വെച്ച് പ്രോഗ്രാം അവസാനിച്ചേനെ, എന്നിട്ട് മിഡ് പോയിൻ്റ് റിട്ടേൺ ചെയ്തേനെ. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ 6 അല്ല സെർച്ച് ചെയ്യുന്നത്, പകരം 4 ആണ് സെർച്ച് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാലും ഈ മിഡ് പോയിൻറ്റിലുള്ള എലമെൻറ്റും സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. അതായത് മിഡ് പോയിൻറ്റിലുള്ള എലമെൻറ്റിനേലും ചെറുതാണോ വലുതാണോ എന്നുള്ളത് നോക്കും. ചെറുതാണെങ്കിൽ നമ്മളുടെ അറേയുടെ ആ മിഡ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള എലമെൻറ്റ്സ് വെച്ചിട്ട് സെർച്ച് ചെയ്താൽ മതി. അതല്ല മിഡ് പോയിൻറ്റിനേലും ഹയർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് നമ്മൾ സെർച്ച് ചെയ്യണമെങ്കിൽ മിഡ് പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡിലേക്കുള്ള എലമെൻറ്റ്സ് മാത്രം പിന്നെ അങ്ങോട്ടേക്ക് സെർച്ച് ചെയ്താൽ മതി. അതാണ് ബൈനറി സെർച്ചിൻ്റെ ആ ഒരു ഐഡിയോളജി വരുന്നത്. ഇതെന്നിട്ട് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അടുത്ത ഇറ്ററേഷൻ വരുമ്പോൾ ഇത്രയും ഭാഗം ഈ 7 ഇരിക്കുന്ന ആ ഒരു പൊസിഷൻ തൊട്ട് അറേയുടെ അവസാനം വരെ ആയിരിക്കും പിന്നെ സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 8 പോലുള്ളൊരു എലമെൻ്റാണ് സെർച്ച് ചെയ്യേണ്ടെങ്കിൽ. പക്ഷെ നമ്മളുടെ എക്സാമ്പിളിൽ നമുക്ക് 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മിഡ് പോയിൻറ്റിലുള്ള വാല്യൂ 6 ആണ്. സ്വാഭാവികമായിട്ടും മിഡ് പോയിൻറ്റിനേലും ചെറുതാണ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള എലമെൻറ്റ്. അതുകൊണ്ട് മിഡ് പോയിൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള എലമെൻറ്റ്സ് ആയിരിക്കും പിന്നെ അടുത്ത ഇറ്ററേഷനിൽ സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്ത് ഏറ്റവും അവസാനം ബൈനറി സെർച്ച് ആ ഒരു പെർട്ടിക്കുലർ എലമെൻ്റ് ഇരിക്കുന്ന ലൊക്കേഷൻ റിട്രീവ് ചെയ്യും. ഇതാണ് അൽഗോരിതം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. ഇതൊന്ന് നമുക്കിനി പ്രോഗ്രാം വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അങ്ങനെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാനിപ്പം മെയിൻ മെത്തേഡിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതപ്പോൾ എന്താണെന്നുള്ളത് ക്വിക്കായിട്ട് പറയാം. വേറൊന്നുമല്ല, 6ാമത്തെ ലൈനിൽ ഈ ഒരു ലൈനിൽ ഞാനൊരു അറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് ഞാൻ ഒരു സോർട്ടഡ് ആയിട്ടുള്ള രീതിക്ക് കുറച്ച് എലമെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ എന്നും പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ അറയ്ക്കകത്തുള്ള എലമെൻറ്റ്സിൻ്റെ കൗണ്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എലമെൻറ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എലമെൻ്റ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള എലമെൻ്റാണ്. അപ്പോൾ അത് യൂസറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എലമെൻ്റ് എന്നും പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിപ്പോൾ ജസ്റ്റ് റൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നടക്കില്ല. നമുക്ക് ആ എലമെൻറ്റ് ഇൻപുട്ട് ചെയ്യാം. ഇൻപുട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രോഗ്രാം അവിടെ വെച്ച് ടെർമിനേറ്റ് ആവും. കാരണം വേറെ ലോജിക്കോ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൈനറി സെർച്ചിൻ്റെ മെത്തേഡ് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിടാം. വെറുതെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇൻ്റാണ് റിട്ടേൺ ടൈപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ മെത്തേഡിന് ബൈനറി സെർച്ച് എന്നും പറഞ്ഞിട്ട് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് എൻ്റർ ചെയ്തിട്ട് ഞാൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇവിടെ ബൈനറി സെർച്ചിൻ്റെ അകത്ത് നമ്മളുടെ പാരാമീറ്റേഴ്സ് കാര്യങ്ങളൊക്കെ പറയണമല്ലോ, അത് പറഞ്ഞു കൊടുക്കുകയാണ്. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ അറേയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് പാരാമീറ്റർ അറേയാണ്. സെക്കൻഡ് പാരാമീറ്റർ പാസ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ n ആണ്. അതുകൊണ്ട് ഇൻറ്റ് n എന്നും പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പാസ് ചെയ്യുന്ന വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോയും ഹൈയും വേരിയബിൾസാണ്. അതിനപ്പം ഞാൻ ഇൻറ്റ് ലോ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇൻറ്റ് ഹൈയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് സെർച്ച് ചെയ്യേണ്ട എലമെൻറ്റും കൂടെ ഈ ബൈനറി സെർച്ച് എന്ന് പറയുന്ന മെത്തേഡിൽ പാസ് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് പാരാമീറ്ററിൻ്റെ അവിടെ ഇൻറ്റ് എലമെൻ്റ് എന്നും കൂടെ ഉള്ളത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബൈനറി സെർച്ചിൻ്റെ മെത്തേഡ് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ ലോജിക്കും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ മെത്തേഡിൻ്റെ അകത്ത് ഈ ഒരു ബൈനറി സെർച്ചിൻ്റെ മെത്തേഡ് കോൾ ചെയ്യണം. അതപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ബൈനറി സെർച്ച് ഓൾറെഡി ഒരു ഇൻറ്റീജർ വാല്യൂ റിട്ടേൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോക്ക് എന്നും പറഞ്ഞിട്ട് വേരിയബിൾ ഒരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അത് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് ഇൻറ്റീജർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻറ്റ് ലോക്ക് എന്നും പറഞ്ഞിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലോക്ക് ഈക്വൽ ടു ബൈനറി സെർച്ച് എന്നും പറഞ്ഞിട്ട് ആ ഒരു മെത്തേഡ് കോൾ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ കോൾ ചെയ്യുമ്പോൾ ബൈനറി സെർച്ച് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന ഇൻറ്റീജർ വാല്യൂ ഈ ലോക്ക് അല്ലെങ്കിൽ LOC എന്ന് പറയുന്ന ഈ ഒരു വേരിയബിളിൻ്റെ അകത്തേക്ക് അസൈൻ ആയിക്കോളും. ഇനി നമുക്ക് വേണ്ടത് ഈ ബൈനറി സെർച്ചിൻ്റെ അകത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യം തന്നെ ഞാനിവിടെ അറേ കൊടുത്തിട്ടുണ്ട്. അറേ പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആക്ച്വലി നമുക്കിവിടെ n വേണമെന്നില്ല, ഞാനിത് കളയാണ്. അപ്പോൾ n കളഞ്ഞത് കൊണ്ട് അടുത്തത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ ലോ എന്ന് പറയുന്ന ആ ഒരു പോയിൻ്ററിൻ്റെ വാല്യൂ ആണ്. ആ പോയിൻ്ററിൻ്റെ വാല്യൂ അപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് 0 ആയിരിക്കും അവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ. അതുകൊണ്ട് ഞാൻ അവിടെ 0 ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത് ഹൈ എന്ന് പറയുന്ന വേരിയബിളാണ്. ഹൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ അവസാനത്തെ ഇൻഡെക്സ്, അതായത് n-1 ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ 5 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്ന അറിയാണെങ്കിൽ അവസാനത്തെ ഇൻഡെക്സ് 4 ആയിരിക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ n എന്ന് പറയുന്ന വേരിയബിളിൽ നിന്ന് ഒരു വാല്യൂ കുറച്ചിട്ട് അത് പാസ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളുടെ ഫൈനലായിട്ട് പാസ് ചെയ്ത് കൊടുക്കേണ്ട വാല്യൂ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യേണ്ട എലമെൻ്റ് ആണ്. അതിന് ഞാനപ്പോൾ എലമെൻ്റ് എന്നും പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്തപ്പോൾ നമ്മളുടെ ബൈനറി സെർച്ചിൻ്റെ മെത്തേഡ് മെയിൻ മെത്തേഡിൽ കൂടെ നമ്മൾ കോൾ ചെയ്യാനുള്ള കോഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ബൈനറി സെർച്ചിൻ്റെ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതിന് ഞാൻ ബൈനറി സെർച്ചിൻ്റെ മെത്തേഡിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ അകത്ത് പ്രൈമറി ആയിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ ചെക്കിംഗ് ഉണ്ട്. ആ കണ്ടീഷൻ എന്താണെന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. അതായത് ലോ ലെസ് ദാൻ ഈക്വൽ ടു ഹൈ എന്നും പറഞ്ഞിട്ട് ഒരു ഇഫ് കണ്ടീഷൻ നമ്മൾ റൺ ചെയ്യണം.
ഇത് എന്തിനാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളുടെ ബൈനറി സെർച്ചിൽ വർക്കിംഗ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അറേയുടെ ഓരോ മിഡ് പോയിൻ്റ് വെച്ചിട്ട് കമ്പാരിസൺ ചെയ്തിട്ട് പിന്നെ അതനുസരിച്ചിട്ട് ലെസ് ദാൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള സെർച്ച് ആയിരിക്കും പിന്നെ പോവുക. അതായത് ഇപ്പോൾ 6ന് നമുക്ക് സെർച്ച് ചെയ്യേണ്ട വാല്യൂ 4 ആണ്. അപ്പോൾ മിഡ് പോയിൻറ്റിൽ 6 ആണെങ്കിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് മിഡ് പോയിൻറ്റിനേലും ലെസ് ദാൻ ആണെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ലെഫ്റ്റ് സൈഡിലുള്ള 3, 4, 5 ഇരിക്കുന്ന ആ ഇൻഡെക്സിലെ വാല്യൂസ് ആയിരിക്കും പിന്നെ ബൈനറി സെർച്ച് ചെക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യണ സമയത്ത് നമ്മളുടെ ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന നേരത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വാലിഡ് ആയിട്ടുള്ള റേഞ്ചിലാണോ എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കണ്ടീഷൻ കൊടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇതിനപ്പുറത്തേക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട്, പക്ഷെ അത് ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂസായി പോകും. അതുകൊണ്ട് എളുപ്പത്തിന് ഇത് മാത്രം ഓർക്കുക. നമ്മൾ സെർച്ച് ചെയ്യുന്ന ഇൻഡെക്സ് വാലിഡ് ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇഫ് കണ്ടീഷൻ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് ഈ ഇഫ് കണ്ടീഷൻ്റെ അകത്ത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇൻറ്റ് മിഡ് എന്നും പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ടെന്നുള്ളത്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. വേറൊന്നുമില്ല, ലോ പ്ലസ് എന്നിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഹൈ മൈനസ് ലോ എന്നും പറഞ്ഞിട്ട് കൊടുക്കുക, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2 കൊടുക്കുക. ഈ ഒരു ഇക്വേഷൻ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മിഡ് പോയിൻ്റ് കിട്ടും. അപ്പോൾ അത് നമ്മൾ മിഡ് പോയിൻ്റ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മിഡ് പോയിൻ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇഫ് കണ്ടീഷൻ ഒരെണ്ണം എഴുതുക. എന്നിട്ട് ഫസ്റ്റ് സിനാരിയോ, അതായത് മിഡ് പോയിൻറ്റിലെ വാല്യൂ ആണ് നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ മെത്തേഡ് ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇഫ് ARR ഓഫ് മിഡ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡെക്സിലുള്ള വാല്യൂ എലമെൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. അത് ആണെങ്കിൽ ആ ഇഫ് കണ്ടീഷൻ്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? മിഡ് പോയിൻ്റ് റിട്ടേൺ ചെയ്യുക. കാരണം അവിടെ ആ ഇൻഡെക്സിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ബൈനറി സെർച്ചിൻ്റെ മെത്തേഡ് പെർഫോം ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ മിഡ് പോയിൻ്റ് അങ്ങ് റിട്ടേൺ ചെയ്താൽ മതി. അതിനായിട്ട് ഞാനിവിടെ എന്ത് ചെയ്ത്, മിഡ് പോയിൻറ്റിലാണെങ്കിൽ ആ മിഡ് പോയിൻ്റ് റിട്ടേൺ ചെയ്യാനുള്ള ആ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത എൽസ് പാർട്ട് നമുക്ക് എഴുതണം. എൽസ് പാർട്ടിൽ വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചെക്കിങ് വരുന്നത് ഇഫ് ARR ഓഫ് മിഡ് ലെസ് ദാൻ എലമെൻറ്റ്. ഈ സിനാരിയോ എന്ന് പറഞ്ഞാൽ എലമെൻറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ നോക്കുന്ന എലമെൻറ്റ് മിഡിൻ്റെ അകത്തുള്ള എലമെൻറ്റിനേലും വലുതാണെങ്കിൽ ആ ഒരു അറേയുടെ റൈറ്റ് ഹാൻഡ് സൈഡ്, അതായത് ഈ 6th എലമെൻ്റ് ഇരിക്കുന്നതിൻ്റെ അങ്ങോട്ടേക്ക് അറ്റത്തേക്ക് പോകാനുള്ള രീതിക്ക് സെർച്ച് ചെയ്യണം. അതാണ് നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ എനിക്ക് 9 ആണ് സെർച്ച് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പം മിഡ് പോയിൻറ്റിൽ നിന്ന് അങ്ങോട്ടേക്ക് അറേയുടെ ഏറ്റവും അവസാനം വരയ്ക്കും ഇനി സെർച്ച് ചെയ്താൽ മതി എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ലോജിക്ക്. അതപ്പോൾ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. നമ്മളിപ്പോൾ കണ്ടീഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അറേയിൽ മിഡ് പോയിൻറ്റിലുള്ള വാല്യൂ എലമെൻറ്റിനേലും ചെറുതാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡാണ് നോക്കേണ്ടത്. അതിനായിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റിക്കേഴ്സീവ് ഫങ്ഷനാണ് നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് ഈ ഒരു ബൈനറി സെർച്ചിൻ്റെ മെത്തേഡിനെ റിക്കേഴ്സീവായിട്ട് ഒന്നുകൂടിയും വിളിച്ചാൽ മതി. അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ റിട്ടേൺ ടൈപ്പ് ചെയ്യുക, എന്നിട്ട് ബൈനറി സെർച്ച് ആ ഒരു മെത്തേഡ് കോൾ ചെയ്യുക. ഈ മെത്തേഡിൻ്റെ അകത്ത് നമ്മളുടെ പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കൊടുക്കുക. അറേ പാസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലോ പാസ് ചെയ്ത് കൊടുക്കണം. ലോ ഇവിടെ വരുമ്പോൾ നമുക്കിനി മിഡ് പോയിൻറ്റിലെ വാല്യൂ ചെക്ക് ചെയ്യണ്ട, അത് ഓൾറെഡി നമ്മൾ ഇവാലുവേറ്റ് ചെയ്തല്ലോ. അതുകൊണ്ട് ഇൻഡെക്സ് നമുക്കൊന്ന് കയറ്റി കൊടുക്കണം. അതിനായിട്ട് ഞാൻ മിഡ് +1 എന്നും പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഹൈക്ക് ഞാൻ നമ്മളുടെ ആ ഒരു ഹൈ തന്നെ തിരിച്ച് കൊടുക്കുകയാണ്, കാരണം അതിന് വേറെ മാറ്റമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എലമെൻറ്റിൻ്റെ ആ ഒരു വേരിയബിളും പാസ് ചെയ്ത് കൊടുത്തു. ഇത്രയും ചെയ്തപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കുള്ള സെർച്ചിൻ്റെ കാര്യങ്ങൾ വർക്കായിട്ടുണ്ട്. ഇതിൽ
എന്തുകൊണ്ട് മിഡ് +1 ഞാൻ കൊടുത്തു എന്നുള്ളത് നിങ്ങൾ ചോദിക്കണ്ടാവും. അപ്പോൾ അതിൻ്റെ റീസൺ ഇത്രേ ഉള്ളൂ. ഓൾറെഡി മിഡ് പോയിൻ്റ് നമ്മൾ ചെക്ക് ചെയ്തു, ഈ 6 ഇരിക്കുന്ന പൊസിഷൻ ചെക്ക് ചെയ്തു. അപ്പോൾ 6-നേലും മേളിലുള്ളൊരു വാല്യൂ ആണ് സെർച്ച് ചെയ്യാനുള്ളത്. മിഡ് പോയിൻറ്റിലെ വാല്യൂ എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ പിന്നെ ഇനി ഇവിടെ നിന്ന് സെർച്ച് തുടങ്ങണ്ട, 6-ൽ നിന്ന് സെർച്ച് തുടങ്ങണ്ട. പകരം ഈ മിഡ് പോയിൻറ്റിൽ നിന്ന് ഒരു ഇൻഡെക്സ് കയറ്റി വെച്ചിട്ട് ഈ 7th എലമെൻ്റ് ഇരിക്കുന്ന അവിടെ തൊട്ടിട്ട് അങ്ങ് സെർച്ച് ചെയ്താൽ മതി. അതായത് ഈ 7 തൊട്ട് 9 വരെയുള്ള എലമെൻറ്റ് സെർച്ച് ചെയ്താൽ മതി. ആ ഒരു ലോജിക്കാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനായിട്ടപ്പോൾ ആ മിഡിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. ബാക്കി ഹൈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഈ അറേയുടെ എൻഡിലുള്ള ആ ഒരു ഇൻഡെക്സാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഹൈക്ക് വേറെ മാറ്റമൊന്നുമില്ല. പക്ഷെ മിഡിൻ്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് അറേയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന എലമെൻറ്റിനെ സെർച്ച് ചെയ്യാനുള്ള ആ ഒരു ലോജിക്കാണ് എഴുതി കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എലമെൻറ്റ് വരുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ആ ഒരു എൽസ് പാർട്ട് ഞാൻ ഒന്നുകൂടി കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. എന്നിട്ട് ഈ സൈൻ ഒന്ന് ഇൻവേഴ്സ് ചെയ്യാണ്. ഇപ്പോൾ നമ്മളുടെ നേരത്തെ കണ്ടീഷൻ്റെ ആ ഒരു കണ്ടീഷൻ തന്നെയാണ് കിടക്കുന്നത്. ARR ഓഫ് മിഡ് ലെസ് ദാൻ എലമെൻ്റ് എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് ARR ഓഫ് മിഡ് ഗ്രേറ്റർ ദാൻ എലമെൻറ്റ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഇവാലുവേറ്റ് ആവുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ തിരയുന്ന എലമെൻറ്റിനേലും ഹയറാണ് മിഡ്. അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇനി നോക്കണ്ട, പകരം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നോക്കിയാൽ മതി. ആ ഒരു ലോജിക്കാണ് ഇപ്പം നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്ത ആ ഒരു കണ്ടീഷനിൽ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി ഇവിടെ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ആ ബൈനറി സെർച്ചിൻ്റെ മെത്തേഡിനെ ഒന്നുകൂടി റിക്കേഴ്സീവായിട്ട് കോൾ ചെയ്യണം. ഇവിടെ എന്നിട്ട് ലോ ഇരിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, അവിടെ പോയിട്ട് നമ്മളുടെ ലോ എന്ന് പറയുന്ന ആ ഒരു വേരിയബിൾ പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഇരിക്കുന്ന ആ ഒരു വേരിയബിളിൻ്റെ അവിടെ നമ്മൾ മിഡ് -1 എന്നും പറഞ്ഞിട്ട് കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ 6th എലമെൻ്റ് ഇരിക്കുന്ന ഈ ഒരു ഇൻഡെക്സ് ഉണ്ടല്ലോ, പിന്നെ സെർച്ച് വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ ലോ ഇരിക്കുന്ന പൊസിഷൻ തൊട്ട് മിഡിൽ നിന്ന് ഒരു ഇൻഡെക്സ് കുറച്ചിട്ടുള്ള അത്ര എലമെൻറ്റ്സ് മാത്രമേ നോക്കത്തുള്ളൂ. അതായത് 3, 4, 5 എന്ന് പറയുന്ന എലമെൻറ്റ്സ് ഇരിക്കുന്ന ആ ഇൻഡെക്സ് മാത്രമേ സെർച്ച് പോകാൻ പാടുള്ളൂ. അതാണ് നമ്മളിവിടെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു റിക്കേഴ്സീവ് ഫങ്ഷൻ നടന്ന് ഏറ്റവും അവസാനം നമുക്ക് നമ്മളുടെ എലമെൻറ്റ് കിട്ടും. ഇവിടം വരെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ അകത്ത് ഒരു കേസും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്ത്, നമ്മൾ എലമെൻറ്റ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അൽഗോരിതത്തിൽ പറഞ്ഞു കൊടുത്തു. മിഡിലാണെങ്കിൽ അത് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തു. റൈറ്റ് ഹാൻഡ് സൈഡിലാണ് എലമെൻറ്റ് ഇരിക്കണമെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈനറി സെർച്ച് നമ്മൾ പിന്നീട് വിളിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇനിയിപ്പോൾ സപ്പോസ് നമ്മൾ സെർച്ച് ചെയ്യുന്ന എലമെൻറ്റ് ഈ ഒരു അറേയിലില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് വേറൊന്നുമില്ല, നമ്മളുടെ ആ ലോ ലെസ് ദാൻ ഈക്വൽ ടു ഹൈ എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇഫ് ക്രിയേറ്റ് ചെയ്തല്ലോ, അതിന് പുറത്തേക്ക് പോയിട്ട് ഒരു ഫ്രഷ് ലൈനിൽ എന്ത് ചെയ്യണം? റിട്ടേൺ -1 എന്നും പറഞ്ഞിട്ട് കൊടുക്കുക. ഇതിൻ്റെ ഐഡിയോളജി എന്താണെന്ന് വെച്ചാൽ ഈവൻച്വലി നമ്മളുടെ ഈ ഒരു ബൈനറി സെർച്ചിൻ്റെ മെത്തേഡ് റിക്കേഴ്സീവായിട്ട് വിളിച്ച് അവസാനം ഈ ഒരു കണ്ടീഷൻ തെറ്റും. ഈ കണ്ടീഷൻ തെറ്റണ നേരത്ത് ഈ കണ്ടീഷൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്നും തന്നെ പിന്നെ റൺ ആവത്തില്ല. പിന്നെ സ്ട്രെയിറ്റ് പോയിട്ട് ഈ റിട്ടേൺ 1 എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും റൺ ആവുക. അപ്പോൾ എലമെൻറ്റ് ഇതിൻ്റെ അകത്തില്ലെങ്കിൽ ബൈനറി സെർച്ചിൻ്റെ മെത്തേഡ് -1 ആയിരിക്കും റിട്ടേൺ ചെയ്യുക. അങ്ങനെ നമ്മളിപ്പോൾ ബൈനറി സെർച്ചിൻ്റെ എല്ലാ മെത്തേഡ്സും ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ മെത്തേഡിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. മെയിൻ മെത്തേഡിൽ വരുമ്പോൾ നമ്മളൊരു ഇഫ് കണ്ടീഷനിൽ ചെക്ക് ചെയ്യണം. എന്താണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ LOC എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിൻ്റെ അകത്ത് ഇതിനോടകം ബൈനറി സെർച്ച് റിട്ടേൺ ചെയ്ത വാല്യൂ ഉണ്ട്. അത് -1 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. -1 ആണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് ചെയ്യുക. അതായത് എലമെൻറ്റ്
നോട്ട് ഫൗണ്ട്. കാരണം എലമെൻ്റ് ഇല്ലാത്തത് കൊണ്ടാണ് LOCയുടെ വാല്യൂ -1 ആയത്. ബൈനറി സെർച്ചിൻ്റെ ആ ഒരു മെത്തേഡ് -1 എന്ന് പറയുന്ന വാല്യൂ ഈ LOC എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എലമെൻ്റ് ഇല്ല എന്നുള്ളത് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കാണിച്ചു. ഇനിയിപ്പോൾ LOCയുടെ വാല്യൂ -1 അല്ല എങ്കിൽ നമുക്ക് അപ്പോഴും എന്താണ് പ്രിൻ്റ് ചെയ്ത് കാണിക്കേണ്ടത്? എലമെൻ്റ് ഫൗണ്ട് അറ്റ് ആ ഒരു ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുക. ആ ലൊക്കേഷൻ നമുക്ക് LOC എന്നും പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഇതൊന്ന് റൺ ചെയ്യുക. ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എലമെൻ്റ് പറയാനാണ് ഫസ്റ്റ് ചോദിച്ചിട്ടുള്ള ചോദ്യം. ഞാൻ ഇല്ലാത്തൊരു എലമെൻ്റ് കൊടുക്കുകയാണ്. 1 എന്നുള്ള ആ ഒരു എലമെൻ്റാണ് ഞാൻ ഇൻപുട്ട് ചെയ്യേണ്ടത്. 1 നമ്മളുടെ അറേയിലില്ല, അതുകൊണ്ട് എലമെൻ്റ് നോട്ട് ഫൗണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി ഞാൻ റൺ ചെയ്യാണ്. ഈ പ്രാവശ്യം ഞാൻ 22 ആണ് സെർച്ച് ചെയ്യാൻ കൊടുക്കുന്നത്. 22 സെർച്ച് ചെയ്യാൻ കൊടുത്തപ്പോൾ കണ്ടോ, ആ ഫസ്റ്റ് ഇൻഡെക്സിൽ 22 ഉണ്ടെന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ചിലവർക്ക് അറേയുടെ ഇൻഡെക്സ് അല്ലാതെ നമ്മൾ സാധാരണ മനുഷ്യർ നോക്കുന്ന പോലെ ഫസ്റ്റ് 1, 2, 3 ആ ഒരു രീതിക്ക് പൊസിഷൻ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ വേറൊന്നും വേണ്ട. ഇവിടെ LOC +1 എന്നും പറഞ്ഞിട്ട് Coutൽ ആ ചേഞ്ച് വരുത്തിയാൽ മതി. അപ്പോൾ ഞാനിവിടെ 22 സെർച്ച് ചെയ്യുമ്പോൾ എലമെൻ്റ് ഫൗണ്ട് അറ്റ് 2 എന്നും പറഞ്ഞിട്ട് സെക്കൻഡ് പൊസിഷനിൽ എലമെൻ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ആ ഹ്യൂമൻ റീഡബിൾ ഫോമിലേക്ക് വന്നോളും. അതല്ല നിങ്ങൾക്ക് ഇൻഡെക്സ് വാല്യൂ ആണ് കാണിക്കേണ്ടതെങ്കിൽ പിന്നെ ആ +1 നിങ്ങൾക്ക് അവിടെ ആവശ്യമില്ല. അപ്പോൾ അത് 2 പേർക്കും വേണ്ട രീതിക്കുള്ളത് പറഞ്ഞെന്ന് മാത്രം.